മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. എങ്ങനെയാണത് ഷുഗർ കുറയ്ക്കുന്നത്, എങ്ങനെയാണ് ഷുഗർ മാറ്റാൻ സഹായകരമാകണത് എന്നാണ് പലർക്കും അറിയേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ലഘുവായ വിവരണമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്ത് വരെ കുഷ്ഠം, ക്ഷയം, മസൂരി, വിഷൂചിക, കോളറ തുടങ്ങിയ പല പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കാലപുരുക്കി അയച്ചുകൊണ്ടിരുന്നു. അതുപോലെ അടുത്ത കാലത്ത് വന്ന കൊറോണ എന്ന രോഗരാക്ഷസനും നൂറുകണക്കിന് ആളുകളുടെ അന്ത്യത്തിന് കാരണമായി തീർന്നു. ഇതിനെയൊക്കെ നമ്മളൊന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞു. പലതും ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോയി കഴിഞ്ഞു. പല രോഗാണുക്കളെയും നമ്മൾ വംശനാശം നടത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊന്ന് ഹൃദയം മാറ്റിവെക്കാൻ അറിയാം, ലിവർ മാറ്റിവെക്കാൻ അറിയാം, കിഡ്നി മാറ്റിവെക്കാൻ അറിയാം. പക്ഷേ ഒരു രോഗത്തിന് മുമ്പിൽ മാത്രം നമ്മളൊന്ന് മുട്ടുമടക്കി നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പാവം പ്രമേഹമാണ്. ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത്. കേരളത്തിൽ ആകെ ഉള്ളത് 4.5 കോടി ആളുകളാണ്. അതിൽ 80 ലക്ഷം പേരും പ്രമേഹ രോഗികളാണ്. മറ്റുള്ളവരെ പതുക്കെ 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 അങ്ങോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രമേഹത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ മരുന്നുകളെല്ലാം അവിടെ പരാജയപ്പെടുന്നത്? ഇതാണ് ചോദ്യം. ഇതിന്റെ പ്രധാന ഉത്തരം പ്രമേഹം ഒരു രോഗമല്ല എന്നതാണ്. രോഗത്തെ മാത്രമേ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുള്ളൂ. ഇത് രോഗമല്ലാത്തതുകൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം ഇതൊരു ഡിസോർഡറാണ്, മെറ്റബോളിക് ഡിസോർഡറാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ശരീരം ചോദിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്ത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നു, അതുപോലെ ന്യൂട്രീഷൻ ഇംബാലൻസ് ഉണ്ടാവുന്നു. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ന്യൂട്രിയന്റ് കൂടുതലാവുകയാണെങ്കിൽ കുറഞ്ഞാൽ നമുക്ക് രോഗത്തിന് കാരണമായി തീരും. അത് കാൽസ്യം ആയാലും, അത് മഗ്നീഷ്യം ആയാലും, അത് വിറ്റാമിൻ ഡി ആയാലും, അത് കാർബോഹൈഡ്രേറ്റ് ആയാലും, അത് ഫാറ്റ് ആയാലും, അത് പ്രോട്ടീൻ ആയാലും, ഒന്നും കൂടാനും പാടില്ല, ഒന്നുമില്ല, ഒന്നും കുറയാനും പാടില്ല. ഒരു എല്ലാം ബാലൻസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇത് തന്നെയാണ് ഹോർമോണിന്റെ കാര്യത്തിലും. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 15 ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് തൈറോക്സിനോ, അഡ്രിനാലിനോ, ഇൻസുലിനോ, ഗ്ലൈക്കോണോ ഏതെങ്കിലും കൂടിയാലോ കുറഞ്ഞാലോ അതും നമ്മളുടെ രോഗത്തിന് കാരണമായി തീരും. പക്ഷേ പ്രമേഹമുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, ന്യൂട്രീഷൻ ഇംബാലൻസ് ഉണ്ട്. രണ്ടും കൂടി വരുന്നതാണ് ഹെൽത്ത് ഇഷ്യൂസിന്റെ പ്രധാന കാരണം. ദീർഘകാലം നമ്മളുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് എന്ന ന്യൂട്രിയന്റ് കൂടുമ്പോഴാണ് നമുക്ക് രോഗത്തിലേക്ക് പോണത്. അതുപോലെ പ്രമേഹമുള്ളവരിൽ തുടക്കത്തിൽ ഇൻസുലിന്റെ കുറവല്ല, ഇൻസുലിന്റെ ആധിക്യമാണ്, ഇൻസുലിൻ കൂടുക ചെയ്യുന്നത്, ഹൈപ്പർ ഇൻസൂമിയ. പ്രമേഹമുള്ളവരിൽ കാർബോഹൈഡ്രേറ്റ് എന്ന പോഷകം കൂടുകയും അതുപോലെ ഇൻസുലിൻ എന്ന ഹോർമോൺ കൂടുകയും ചെയ്യുന്നു. അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ ഇൻസുലൂമിയ എന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഇതാണ് പ്രമേഹമുള്ളവർ ഇത്രയും അധികം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെ നമ്മളുടെ ശരീരം ഒരു ഡിസോർഡറിലാണ്. ഡിസോർഡറിന് മരുന്ന് ആശുപത്രിയിലോ മെഡിക്കൽസിലോ ഒന്നും കിട്ടില്ല. ഡിസോർഡറിന് മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ്. ഇതിന് പകരം നമ്മൾ ചെയ്യുന്നത് നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നു, ഡോക്ടറെ കാണുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡിലെ ഷുഗർ കുറയുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു. പക്ഷെ അപ്പോഴും രോഗം അതുപോലെ തന്നെ തുടരുകയാണ്. രോഗം ബാധിച്ചിട്ടുള്ളത് പാൻക്രിയാസിനാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രശ്നം. ആ പ്രശ്നം അതുപോലെ അവശേഷിക്കുകയാണ്. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് രോഗത്തല്ല, രോഗലക്ഷണത്തെയാണ്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ള രോഗലക്ഷണമാണ്, ഡയബറ്റീസ് മെലിറ്റീസ് എന്ന ലക്ഷണമാണ്. ഈ ലക്ഷണത്തെയാണ് നമ്മൾ പതുക്കെ മരുന്ന് കഴിച്ച് അടിച്ചമർത്തുന്നത്. ലക്ഷണത്തെ കുറച്ച് രോഗമില്ലാതാകില്ല. പാൻക്രിയാസിനെ ബാധിച്ച് രോഗം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബ്ലഡിൽ എപ്പോഴും ഷുഗറും കൂടുതലായിരിക്കും, ഇൻസുലിനും കൂടുതലായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും രോഗാതുരതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഷുഗർ റിലേറ്റഡ് ഡിസീസുകളുടെ കാരണം. ഷുഗർ കൊണ്ടല്ല ആളുകൾക്ക് പ്രശ്നം, ഷുഗർ റിലേറ്റഡ് ഡിസീസ് കൊണ്ടാണ്. ഏറെ താമസിയാതെ കൈകാൽ വലിപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയാക് ഡിസീസ്, ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇങ്ങനെ ഒരു പിടി രോഗങ്ങളുടെ കൂടാരമായിട്ട് ശരീരം മാറും. ലൈംഗികശേഷി കുറഞ്ഞത്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന കുടുംബ ജീവിതത്തിന്റെ താളവും ലയം തെറ്റിയ അനവധി ആളുകൾ എനിക്കറിയാം. ഇവരൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതാണ് പലരും. എന്നിട്ടും പലർക്കും ഷുഗറിനെയോ ഷുഗർ റിലേറ്റഡ് ഡിസീസിനെയോ ഫലപ്രദമായിട്ട് നേരിടാൻ സാധിക്കുന്നില്ല. മരുന്നുകൊണ്ട് മാത്രം സാധ്യമല്ല എന്നാണ്. പ്രമേഹത്തെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം.
ഞാൻ മരുന്നിനോ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ ആർക്കും എതിരല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾ ബുദ്ധിയുള്ള ആൾ നടത്തണം എന്നാണ് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം ഒരു ലൈഫ് സ്റ്റഡീസ് ആണ്, ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു. തെറ്റായ ജീവിതശൈലിയാണ് ഈ രോഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാരണത്തില്ലാതെ കാര്യത്തില്ലാതെയാക്കും. നമ്മൾ ഈ ആശുപത്രിയിൽ മരുന്ന് കഴിക്കുമ്പോഴും കാരണം തുടരുകയാണ്, അതുകൊണ്ടാണ് കാര്യമായ രോഗം തുടരുന്നത്. അപ്പൊ ഈ കാരണത്തില്ലാതെയാക്കണം. അതിന് വേണ്ടത് ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വരിക. ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്, ഇത് പരിശീലിപ്പിക്കുകയാണ്, ഇത് പഠിപ്പിക്കുകയാണ് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒറ്റമൂലികളുണ്ടോ, ഏതെങ്കിലും രോഗശാന്തി ശുശ്രൂഷ ഉണ്ടോ, ഏതെങ്കിലും മാജിക് കൊണ്ടോ ഇല്ലാതാക്കാവുന്നതല്ല. ഇതിന് അല്പം അധ്വാനം ആവശ്യമുണ്ട്. ഒന്ന്, നമ്മൾ ഡയറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടുകയും ചെയ്യണം, ഒന്നും അധികമാവുകയും ചെയ്യരുത്. അതുപോലെ ശരീരത്തിൽ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം, ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഓക്സിജന്റെ പ്രാണവായുവിന്റെ പ്രവാഹം കൃത്യമായിട്ടുണ്ടാവണം. നമ്മളുടെ ജോയിന്റുകൾക്കും മസിലുകൾക്കും അതുപോലെ ഇന്റേണൽ ഓർഗൻസിനും എൻഡോക്രൈൻ സിസ്റ്റത്തിനും ഒക്കെ വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ലഘുവായ ചില വ്യായാമങ്ങൾ ഏർപ്പെടണം. അല്പം ചില ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യണം. 100 കണക്കിന് പേര് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ വന്ന് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും അങ്ങനെ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ട് അവരുടെ ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസിനെയും കുറച്ചു വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും പൂർണ്ണമായിട്ട് മരുന്നുകളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. 100 വയസ്സ് വരെ ജീവിച്ചാലും നമ്മുടെ കിഡ്നിയോ ലിവറിനോ ഹാർട്ടിനോ ഒന്നും വരാതെ നമുക്ക് സുഖമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും.